ആലപ്പുഴ കായംകുളത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നു. നടപടി തുടങ്ങുന്നു പോലീസ്. യുവതിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. മൊഴിയെടുക്കാൻ കായംകുളം ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചേരാൻ യുവതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിനു ശ്രീധറാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു, ഇക്കാര്യത്തിലൊന്നും വീഴ്ചയില്ല എന്ന് പോലീസ് ഇതുവരെ വിശദീകരിക്കുകയായിരുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പോൾ മൊഴിയെടുപ്പിലേക്ക് പോലീസ് കടക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, സ്മിത, ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് കായംകുളത്ത് ഓട്ടോറിക്ഷ അപകടത്തിനിടെ യുവതിയെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാവ് പീഡിപ്പിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം ആശുപത്രിയിലെത്തി അവിടെ നിന്ന് കടന്നു കളയണമെന്ന്, അല്ലെങ്കിൽ റഫറൻസ് വാങ്ങിച്ച് അവിടെ നിന്ന് പോകണമെന്നുള്ള ഭീഷണി ഉൾപ്പെടെ മുഴക്കി എന്നുള്ളതായിരുന്നു യുവതിയുടെ ആരോപണം. തൊട്ടുപിറ്റെന്ന് തന്നെ അന്ന് തന്നെ പോലീസിനെ അറിയിക്കുകയും തൊട്ടുപിറ്റെന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ നേതാവിനെ പിടികൂടുവാൻ വേണ്ടി, സുനിൽ സബാദ് എന്ന് പറയുന്ന നേതാവിനെ പിടികൂടുവാൻ വേണ്ടി പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ്. പോലീസ് അദ്ദേഹത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ യുവതി ആരോപണം ഉയർത്തിയത്. എന്തായാലും ആ സംഭവം വിവാദമായി. ഒരു പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് പരാതി നൽകിയിട്ട് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ആരോപണം ഉയർന്നത്. ഇന്നലെ ആലപ്പുഴ SP മാധ്യമങ്ങളെ കണ്ട് അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല, കൃത്യമായി പോലീസ് ഇടപെട്ടു എന്നതാണ്. എന്തായാലും ഈ സുനിൽ സബാദ് അടക്കം ഒളിവിലായിരുന്നു കുറച്ച് ദിവസം. അതിനുശേഷം അദ്ദേഹം സജീവമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് ഈ യുവതിയും ആരോപിച്ചത്. എന്തായാലും നിലവിൽ പോലീസ് ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം പരാതി നൽകി ഒരു മാസത്തോളം ആകുന്നു. പക്ഷേ നിലവിൽ ഒരു തരത്തിലുള്ള ഇടപെടലും പോലീസ് നടത്തിയിരുന്നില്ല. ഇപ്പോൾ ഈ യുവതിയോട് മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിച്ചേരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കായംകുളം DYSP ഓഫീസിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് യുവതിയോട് അറിയിച്ചിട്ടുള്ളതെന്ന് ഉച്ചയോടുകൂടി അവിടെ എത്തി യുവതി മൊഴി നൽകുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും വലിയ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കേരള പോലീസിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു ആരോപണം. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് മൊഴി രേഖപ്പെടുത്തും, മറ്റ് നടപടികളിലേക്ക് കടക്കും. യുവതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് അടക്കം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കും പോലീസ് കടക്കുമെന്നാണ് വിവരം. ഉന്മേഷ, സ്മിത. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.